അന്താരാഷ്ട്ര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തലസ്ഥാന നഗരത്തിനും അഭിമാനിക്കാവുന്ന പദ്ധതി. എന്നാൽ വിഴിഞ്ഞത്ത് പുതിയൊരു പ്രതിസന്ധി പ്രാദേശിക വികസനത്തിന് തടസ്സം നിൽക്കുന്നു. തുറമുഖത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇവിടേക്ക് വ്യവസായങ്ങൾ തുടങ്ങാനെത്തുന്ന നിക്ഷേപകർക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ വാതിൽ കൊട്ടിയടയ്ക്കുന്നതായി പരാതി. തുറമുഖാനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനായി ഇന്ത്യക്ക് അകത്തും പുറത്തുനിന്നുമുള്ള ചെറുതും വലുതുമായ കമ്പനികളാണ് തലസ്ഥാനത്തേക്ക് എത്തിയത്. ഇവർ തുറമുഖവും പ്രദേശവും സന്ദർശിക്കുകയും ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് താൽപ്പര്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇവർക്കാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. തലസ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൻ വികസന സാധ്യതകളാണ് തലസ്ഥാനത്തുള്ളത്. വൻകിട വ്യവസായങ്ങൾ വന്നാൽ തലസ്ഥാന നഗരം വികസിക്കും. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും തങ്ങളുടെ മുന്നിലെത്തുന്ന നിക്ഷേപകർക്ക് മുന്നിൽ കൈമലർത്തുന്ന നിലപാടാണ് വ്യവസായ വകുപ്പ് സ്വീകരിക്കുന്നതെന്നാണ് പരാതി. പലർക്കും ലോജിസ്റ്റിക് പാർക്ക് തുടങ്ങുന്നതിന് കുറഞ്ഞത് 25 സെന്റ് ഭൂമിയെങ്കിലും വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് വ്യവസായ വകുപ്പിനെ സമീപിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. പെരുമ്പാവൂരോ കഞ്ചിക്കോട്ടോ സ്ഥലം നൽകാമെന്നാണ് മറുപടി. അതായത് തലസ്ഥാനത്തെ പദ്ധതിക്ക് 200-350 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം നൽകാമെന്ന് വാഗ്ദാനം. ഇത് കേട്ടതോടെ നിക്ഷേപകരെല്ലാം മൂക്കിൽ കൈവച്ചിരിക്കുകയാണ്. തലസ്ഥാനത്ത് തന്നെ നിരവധി ഭൂമികൾ വ്യവസായത്തിന് അനുയോജ്യമായിട്ടുള്ളപ്പോഴാണ് സർക്കാരിൻ്റെ ഈ മറുപടി. സ്വന്തം നിലയിൽ ഭൂമി ഏറ്റെടുത്താൽ ഉടമകൾ പൊന്നും വിലയാണ് ചോദിക്കുന്നത്. ചെറിയ പ്രദേശങ്ങളിൽ പോലും കോടികളാണ് ഒരു സെന്റിന് ചോദിച്ചതും. എന്നാൽ സർക്കാർ ഇടപെടലിലൂടെ ഭൂമി ഏറ്റെടുത്താൽ ഈ തുക കുറയ്ക്കാനാകും. അതിനായാണ് നിക്ഷേപകർ സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ നിക്ഷേപകരെ ഇവിടെ നിന്നും തുരത്തുന്ന സമീപനമാണ് വ്യവസായ വകുപ്പ് സ്വീകരിക്കുന്നതെന്നാണ് നിക്ഷേപകരിൽ ചിലർ കലാകൗമുദിയോട് പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചാണ് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അതിൽ വൻകിട കമ്പനികളുടെ ഉടമകൾ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അവരെല്ലാം തലസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത കോൺക്ലേവിൽ നിക്ഷേപകർ ആവശ്യപ്പെടുകയും ചെയ്തു. തുറമുഖാനുബന്ധ വ്യവസായത്തിനായി ആര് വന്നാലും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നും പ്രോജക്റ്റ് സമർപ്പിച്ചാൽ മതിയെന്നുമായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ നിക്ഷേപകർക്ക് വാഗ്ദാനം നൽകിയത്. അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർ നിക്ഷേപത്തിനായി സമ്മതം അറിയിച്ചിരുന്നു. എന്നാൽ അവരിൽ പലരും ഇപ്പോൾ നിക്ഷേപത്തിനായി ഭൂമി ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം വ്യവസായ വകുപ്പ് മറന്നമട്ടാണ്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങൾ വളരുകയും അതുവഴി പ്രാദേശികമായി വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കോടികളാവും നികുതി ഇനത്തിൽ ലഭിക്കുക. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് വ്യവസായ വകുപ്പ് ഇപ്പോൾ നിക്ഷേപകരെ നിരാശപ്പെടുത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് 50 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമി ലഭിച്ചാൽ തങ്ങൾ വ്യവസായം തുടങ്ങാൻ തയ്യാറാണെന്ന് നിക്ഷേപകർ പറയുന്നു. എന്നാൽ ഈ ചുറ്റളവിൽ സർക്കാരിൻ്റെ കയ്യിലുള്ള ഭൂമി പോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് വാസ്തവം. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏക്കർ കണക്കിന് വസ്തുവാണ് സർക്കാരിനുള്ളത്. അതിൽ കുറച്ച് ഭൂമി വ്യവസായത്തിനായി മാറ്റിയാൽ നിക്ഷേപകർക്ക് നൽകാനാകും. അതല്ലെങ്കിൽ ചെറുതും വലുതുമായ ലാൻഡ് പാഴ്സലുകൾ സർക്കാരിന് ഈ പ്രോജക്റ്റിന് വേണ്ടി ഏറ്റെടുക്കാവുന്നതാണ്. ഇതൊന്നും ചെയ്യാതെ നിക്ഷേപകരെ ആട്ടിയോടിക്കുന്നുവെന്നാണ് ആക്ഷേപം ഉയരുന്നത്. കേരളത്തിൻ്റെ ഈ സമീപനം മനസ്സിലാക്കി അയൽ സംസ്ഥാനമായ തമിഴ്നാട് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തു നിന്നും അധികം അകലെയല്ലാതെ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെട്ട തിരുവനന്തപുരം ജില്ലയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ 4 പുതിയ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാനാണ് നടപടി പുരോഗമിക്കുന്നത്. തമിഴ്നാട് വ്യവസായ വകുപ്പിന് കീഴിൽ നങ്കുനേരിയിലെ 2 പാർക്കുകൾക്കായി 2260 ഏക്കറിലധികം ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ദൂരത്തിലാണ് നിർദ്ദിഷ്ട പാർക്ക് പദ്ധതിയിടുന്നത്. മൂലങ്കരപ്പട്ടി എന്ന സ്ഥലത്താണ് 3ാമത്തെ വ്യവസായ പാർക്ക് പദ്ധതിയിട്ടിരിക്കുന്നത്. തമിഴ്നാട് വ്യവസായ വകുപ്പിന് കീഴിൽ ഗംഗൈക്കൊണ്ടനിൽ പ്രവർത്തിക്കുന്ന വ്യവസായ പാർക്കിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കാനും പദ്ധതിയുണ്ട്. അതേസമയം തെക്കൻ തമിഴ്നാടിൻ്റെ വികസനത്തിൽ വിഴിഞ്ഞത്ത് നിന്നുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ഗതാഗതത്തിൻ്റെ ഗുണം ഉൾപ്പെടെ അവകാശപ്പെടുന്ന പ്രചാരണങ്ങളും തമിഴ്നാട്ടിൽ ശക്തമാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സർക്കാരിൻ്റെ നേട്ടമായി ഈ വിഷയം ചർച്ചയാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിഴിഞ്ഞം തുറമുഖത്തിന് സമാന്തരമായി കുളച്ചൽ, എനയം മേഖലകളിൽ തുറമുഖം നിർമ്മിക്കാൻ തമിഴ്നാട് ശ്രമം നടത്തിയിരുന്നു. ഈ നീക്കത്തിന് തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്തിൻ്റെ ഗുണം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വികസന പദ്ധതികൾ രൂപീകരിക്കാൻ തമിഴ്നാട് നീക്കം ആരംഭിച്ചത്. വിഴിഞ്ഞത്തിൻ്റെ ഗുണം സ്വന്തമാക്കാൻ തമിഴ്നാട് ശ്രമം സജീവമാക്കുമ്പോൾ അനുബന്ധ വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും കേരളം ഇപ്പോൾ പിന്നിലാണ്. ഇതുവരെ 100 ഏക്കർ ഭൂമി മാത്രമാണ്
ഇതിനായി കേരളത്തിന് കണ്ടെത്താനായത്. കിൻഫ്രയ്ക്ക് കീഴിലുള്ള ഈ സ്ഥലത്തിന് പുറമെ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്.